നമസ്കാരം. ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള ഒരു തുരങ്കം വഴി ഇന്ന് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ ജോർജ് ടൗണിലാണ്. ഇതൊരു ഐലൻഡ് ആണ്. കൂടാതെ തന്നെ മലേഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരം കൂടിയാണ്. ഞങ്ങൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് പെനാങ് ഹില്ലാണ്. അതായത് ഇവിടുന്ന് 7 കിലോമീറ്റർ ദൂരമുണ്ട്. രാവിലെ 7:30 ഞങ്ങൾ റൂമിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇറങ്ങിയേ. ഈ ഒരു ജോർജ് ടൗണിൽ ആദ്യകാലങ്ങളിൽ ട്രാം സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രാം ഓടിയിരുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. 1880കളിലാണ് ഇവിടെ ട്രാം സർവീസ് ഓടിത്തുടങ്ങിയത്. എന്നിട്ട് 1950കളിൽ ഇത് നിർത്തലാക്കി. പണ്ടാ ഓടിയൊരു ട്രാക്കൊക്കെ ചെറുതായിട്ട് ഇവിടെ കാണാം. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇതുവഴിയാണ് നടന്നു പോകുന്നത്. ആദ്യം തന്നെ പോകുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്നാണ് ബസ് കയറി പോകുന്നത്. ഞങ്ങൾ നടന്നു വന്നത് ഇതിലൂടെയാണ്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ആർട്ടുകളുണ്ട്. അതായത് ഈ ഒരു സ്ട്രീറ്റ് ആർട്ടിന് പേരുകേട്ട നഗരം കൂടിയാണ് ജോർജ് ടൗൺ. ഇവിടെ ഒരുപാട് കഫേകളും ബാറുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടുതലും ആക്റ്റീവ് ആവുക രാത്രിയിലാണ്. പിന്നെ ഈ ഒരു നടന്നു പോകുന്ന വഴിയുടെ തൊട്ട് മുന്നിലായി തന്നെ ഒരു ഫയർഫോഴ്സ് സ്റ്റേഷൻ കാണാം. ഇതിനെ പറയുന്നത് സെൻട്രൽ ഫയർ സ്റ്റേഷൻ. നടന്നങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തെത്തിയേ. ഇവിടെ തന്നെയാണ് ഫെറി ടെർമിനലും, അതായത് ബട്ടർവർത്തിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ഫെറിയൊക്കെ കിട്ടുക ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ ക്യാറ്റ് എന്ന് എഴുതി കാണുന്നില്ലേ, ഇത് നമ്മുടെ ഈ ഒരു സ്ട്രീറ്റിലേക്കൂടെയൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന സർവീസാണ്. അതായത് നമുക്കിതിൽ ₹1 പോലും കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സർവീസുകളുണ്ട് ഈ ഒരു നഗരത്തിനകത്ത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാനുള്ള ബസ് നോക്കണം. ബുക്കിത് ബന്ദേര, അതായത് 204 നമ്പർ ബസ്സിൽ ഇതിലിതാ ഏറ്റവും താഴെ ബുക്കിത് ബന്ദേര എന്ന് എഴുതി കാണുന്നില്ലേ, അത് തന്നെയാണ് പെനാങ് ഹിൽ. റാപ്പിഡ് പെനാങ് ഇത് തന്നെയാണ് പോകാനുള്ള ബസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ സ്ക്രീനൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ രാവിലെ ബസ് സ്റ്റാൻഡൊക്കെ തുടച്ച് വൃത്തിയൊക്കെയാണ്. എന്ത് വൃത്തിയാക്കുകയാണെന്ന് നോക്കി ഈ ഭാഗത്തൊക്കെ. ഇവിടെ ഓരോ നമ്പറൊക്കെ എഴുതിയാണ്. ഇത് 101 നമ്പർ ബസ്സാണ്. ഇത് തന്നെയാണ് ബസ്. അവിടെ ഡ്രൈവർ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത യാത്ര 8:25 പിന്നെ ഈ ഡ്രൈവറിൻ്റെ ഫോട്ടോ ഒക്കെ ഓൾറെഡി ഈ ബസ്സിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ദുരിയാൻ എന്ന് പറഞ്ഞൊരു പഴമുണ്ട്. അത് ഇവിടുത്തെ, അതായത് ഈ ഒരു മലേഷ്യ ഭാഗത്തൊക്കെ കിട്ടുന്നൊരു ഫ്രൂട്ടാണ്. അതെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പാടില്ല. അതിവിടെ പ്രൊഹിബിറ്റഡ് ആണ്. ബസ്സിൽ കയറി ഒരാൾക്ക് 2 റിങ്കറ്റാണ് ആയത്. കയറിയ ഉടനെ തന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അതിലാണ് ക്യാഷ് ഇടേണ്ടത്. അപ്പോൾ തന്നെ അവിടുന്ന് ആ ഡ്രൈവർ ടിക്കറ്റ് മുറിച്ച് തരും. സിമ്പിൾ പരിപാടിയാണ്. ക്യാഷ് ഇടാനുള്ള ഒരു ബോക്സ് ഇതാണ്. ടിക്കറ്റ് മുറിച്ച് തരുന്നത് അതിലൂടെയാണ്. മുൻ സീറ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ പകർത്താലോ. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ നടന്നു പോയ വഴികളാണ് ഇതൊക്കെ. നല്ല റോഡുകളാണ് ഏത് ഭാഗത്തും. ഇപ്പോൾ ഈ പോകുന്ന ഭാഗത്ത് നിന്ന് വളരെ അടുത്താണ് ലിറ്റിൽ ഇന്ത്യ. അതായത് ഈ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഇന്ത്യക്കാർ താമസിക്കുന്ന കുറച്ച് സ്ഥലം കൂടിയാണത്. ഒക്കെ വലിയ വലിയ കെട്ടിടങ്ങളാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ബസ്സിൽ കയറാനേ ഇല്ല. സുഖമായിട്ട് പോവാം. നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ രാവിലെ വരുന്നതാണ് നല്ലത്. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇപ്പോൾ പെനാങ് ഹില്ലിൻ്റെ ഭാഗത്തേക്ക് ഗ്രാബ് ആക്കിയിട്ടും പോവാം, അതായത് ടാക്സി ആക്കിയിട്ടും പോവാം. പക്ഷെ ഏറ്റവും ചിലവ് കുറഞ്ഞ് പോകാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബസ് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. മുൻപ് ട്രാം പോയ ഒരു വഴി ഇതാണ്. ഇതിൻ്റെ ട്രാക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ കാണാം. പക്ഷെ എന്ത് നല്ല റോഡുകളാണെന്ന് നോക്കിയേ. ഇതൊക്കെ ഒരുപാട് ബസ്സുകളൊക്കെ നിർത്തിയത് കാണാം.
ഇപ്പോൾ ആൾക്കാർ ഇവിടുന്ന് ഇതിൽ പൈസ ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പൈസ ഇട്ടു ആൾക്കാർ ടിക്കറ്റ് അവിടെ നിന്ന് കൊടുക്കുകയാണ്. മുന്നിൽ വലിയൊരു മലനിരകൾ കാണുന്നു. അത് തന്നെ ആയിരിക്കണം പെനാങ് ഹിൽ. ഇനി ഒരു 5 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ നേരെ പോയി എത്തുക അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്താണ്. അവിടെ വരെയാണ് 5 കിലോമീറ്റർ. തിരക്കേറിയൊരു സ്ട്രീറ്റ് വഴിയാണ് ഇപ്പോൾ ബസ് പോകുന്നത്. ഈ 2 ഭാഗത്തും ഷോപ്പുകളാണ്. ആൾക്കാരൊക്കെ ഇത്ര അടുത്തൂടെ പോകുന്നതുകൊണ്ട് ഈ വലിയ ബസ്സിന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 9:12 അങ്ങനെ ഇതാ ലോവർ സ്റ്റേഷൻ്റെ ഭാഗത്ത് നമ്മളെത്തി. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത്, പെനാങ് ഹിൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് ട്രെയിനിലാണ് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ ഇവിടുന്ന് എടുക്കണം. ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. നല്ല വലിയൊരു ഏരിയ തന്നെയാണിത്. ഇതിൻ്റെ ടിക്കറ്റൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ ഇതാ അങ്ങോട്ട് നവി പോയി. ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് മാത്രമേ കയറാനുള്ള പെർമിഷൻ ഉള്ളൂ. പിന്നെ നോർമൽ ലൈനും ഉണ്ട്, എക്സ്പ്രസ് ഇങ്ങനെയുള്ള ഒരു ലൈനൊക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് എടുത്തു. ആകെ 60 റിങ്കറ്റാണ് ആയത്. കാർഡ് വഴിയാണ് എടുത്തത്. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് തന്നെ ഒരുമിച്ച് എടുത്തു. ഒരാൾക്ക് 30 റിങ്കറ്റാണ് ആയത്. ഇനി നേരെ നമ്മൾ കയറി പോകുന്ന ഒരു റെയിൽവേയെ പറ്റി പറയാം. നമ്മളിപ്പോൾ ഉള്ളത് ലോവർ ഹിൽ സ്റ്റേഷനിലാണ്. ഇനി നേരെ പോകുന്നത് അപ്പർ ഹിൽ സ്റ്റേഷനിലേക്കാണ്. പെനാങ് ഹിൽ ഫ്യൂണിക്കുലർ റെയിൽവേയിലാണ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. അകത്തേക്ക് കയറി പോവുകയാണ്. എന്താണ് ഫ്യൂണിക്കുലർ റെയിൽവേ, അതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ കാണാം. ഇതൊക്കെ ഒരു ടണലാണ്. ഈ ടണൽ വഴിയൊക്കെ തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. അതിൻ്റെ ആ ഒരു റെയിൽ റൂട്ടും ഇതാണ് ആ ഒരു ട്രെയിൻ. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തത് മാത്രമാണ്. ഇപ്പൊ സ്കാൻ ചെയ്ത് അകത്തേക്ക്. അങ്ങനെ നമ്മൾ ട്രെയിനിന്റെ അകത്ത് കയറിയ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മുന്നിലായിരുന്നു കിട്ടേണ്ടത്. ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും പുറകിലാണ്. ഒരുപാട് പേരിന്റെ അകത്ത്. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കും. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് യാത്ര തുടങ്ങിയാണ്. ഇതിന്റെ ഒരു ട്രാക്ക് വരുന്നത് ഇങ്ങനെയാണ്. കുത്തനെയുള്ള ആ ഒരു കയറ്റം. വളരെ വേഗത്തിൽ തന്നെയാണ് കേട്ടോ ഇത് കേറുന്നത്. എത്ര ഉയരത്തിലെത്തി നോക്കിയേ. ഇപ്പൊ എവിടെയോ ആണ് ആ ഒരു വലിയൊരു ടണലുള്ളത്. വലിയ ടണൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ടണൽ. ഞാനിത് ഇത്ര വേഗത്തിൽ പോകുന്ന വിചാരിച്ചില്ല കേട്ടോ. നല്ല സ്പീഡുണ്ട്. നമ്മൾ ഒരുപാട് മുകളിലെത്തി. അതൊക്കെ എത്ര പുറകിലാണെന്ന് നോക്കിയേ. അടുത്തൊരു സ്റ്റേഷനിലെത്തി. ഇതിൻ്റെ അകത്ത് സീറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡിങ്ങും ഉണ്ട്. നിൽക്കുമ്പോഴായാലും വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല. അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിനെ കാണാം.
ഇവിടെത്തുമ്പോൾ 2 ട്രാക്കുകൾ കാണാം. ശരിക്കും ഇങ്ങനെ ഒരു മലയുടെ മുകളിലേക്ക് ഇതുപോലുള്ളൊരു ഗതാഗതം ആക്കി വെച്ചിരിക്കുന്നത് കാണുന്നില്ലേ അല്ലേ? ഒരു അത്ഭുതം തന്നെയാണ് ഇതൊക്കെ. ഇതാണ് ആ ഒരു ടണൽ. ഇത്ര ഉയരത്തിലാണ് ഈ ഒരു ടണൽ ഉള്ളത്. നമ്മളങ്ങനെ ഏറ്റവും മുകളിലത്തെ ആ ഒരു സ്റ്റേഷനിലെത്തി. ഇതാണ് യാത്ര ചെയ്ത ഒരു ട്രെയിൻ. ഏറ്റവും പുറകിലാണ് ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായത്. ഇതിൻ്റെ രൂപകൽപ്പന എങ്ങനെ കണ്ട ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഇതാ കയറുകയാണ്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് പോകാം. അടുത്ത താഴേക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി അതിൽ കയറി തുടങ്ങി. ഒരു സെറ്റപ്പ് സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അവിടെയാണ് ആ ഒരു ലൈൻ അവസാനിക്കുന്നത്. ആൾക്കാരൊക്കെ കയറി വരുന്നതൊക്കെ കാണാം. ഒരുപാട് പേരാണ് ഒരേ സമയം ഈ ഒരു ട്രെയിൻ, അതായത് ഈ ഒരു കോച്ചിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കയറി വന്ന ആ ഒരു വ്യൂ കാണണ്ടേ? ഇതാ ആ കയറി വന്ന വഴിയും ആ ഏറ്റവും ഒരു ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരങ്കവും. നമ്മളതാ ആ താഴെ ഭാഗത്തു നിന്നാണ് വന്നത്. കിട്ടിലും വ്യൂ അല്ലേ? അങ്ങ് അവിടെ ഒരു പാലമൊക്കെ കാണാം. അതായത് ബട്ടർവർത്ത് നിന്ന് പെനാങ്ങിനെ ബന്ധിപ്പിക്കുന്ന, അതായത് ഈ ഒരു ജോർജ് ടൗണിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണത്. പിന്നെ അവിടെയും വലിയ മലനിരകളൊക്കെ കാണാം. എന്തായാലും ഈ ഒരു ടണൽ തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്. ലോവർ ഹിൽ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഒരു ട്രെയിൻ ഇതാ ഇവിടുന്ന് എടുത്തു. അടുത്തൊരു ട്രെയിൻ ഇതാ കയറ്റം കയറി വരികയാണ്. ഇതിൽ പിന്നെ ഇവർ എക്സ്ട്രാ ലഗേജൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നല്ല സ്ഥലമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു മുഴുവൻ കാഴ്ച നമുക്കിതാ ഇവിടെ വന്നിട്ട് കാണാം. ഒരു ട്രാക്ക് ഇവിടെയാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഈ ഒരു മരമില്ലേ, ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഇത്ര ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മുഴുവൻ കാഴ്ച കിട്ടിയേനെ. ഈ മരം കാരണം ആ ഈ വ്യക്തമല്ല. കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നാൽ അത് പിന്നെയും കിട്ടും. അതായത് അങ്ങാ ഭാഗമില്ലേ, അതാണ് ബട്ടർവർത്ത്. അവിടെ ഇപ്പം ഇങ്ങോട്ട് വന്ന ഒരു ട്രെയിൻ ഇതാ ഇവിടെ നിന്ന് എടുത്തു. ഇവിടെ ഏത് ഭാഗത്ത് വന്നു കഴിഞ്ഞാലും നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കിട്ടുന്നത്. ജോർജ് ടൗണിൻ്റെ ആ ഒരു ചെറിയ ഭാഗം, അതായത് അങ്ങ് അവിടെ ഒരു വലിയൊരു കെട്ടിടം കാണുന്നില്ലേ, ആ ഭാഗത്തേക്കായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞങ്ങൾ പോയത്. അതിൻ്റെ ഒരുപാട് ഭാഗം വഴി നടന്നു. ഈ ഒരു ഭാഗമില്ലേ, അവിടെ നിന്ന് ഞങ്ങൾ ആ ഒരു പാലത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ കണ്ടതാണ്. ഇപ്പം കറക്റ്റ് 10 മണിയായി. 10 മണിയായ സമയത്ത് നല്ല ശക്തമായ വെയിലും വന്നു. ഇനിയിപ്പം
കുറച്ച് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. പരമാവധി രാവിലെ വരുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ബൈനോക്കുലറൊക്കെ എടുത്ത് വ്യൂ ഒക്കെ കാണാൻ പറ്റും. അത് ഇവിടെ തന്നെയാണ് അതിൻ്റെ ക്യാഷ് ഇടാനുള്ളത്. ഇവിടെ ഓരോരോ സെറ്റപ്പുകളൊക്കെ കാണാം. 1 റിങ്കറ്റ് വിട്ടാൽ ഇതിലൂടെ നമുക്ക് നോക്കാം. അതായത് ഇവിടുന്ന് നേരെ നോക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത് ഒരുപാട് പേര് പൈസയൊക്കെ ഇട്ട് ഇവിടുന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമേ അങ്ങനെ നോക്കാനും പറ്റുള്ളൂ. മെയിനായിട്ട് ഇവിടുത്തെ ഒരു വ്യൂ, പിന്നെ ഈ ഒരു വ്യൂ, അതിൻ്റെ പുറകിൽ കാണുന്ന ഒരു ബട്ടർ വർത്തിൻ്റെ ആ ഒരു വ്യൂ. പക്ഷേ ഇവിടുന്ന് ഈ സമയത്ത് എടുത്താലും കാര്യമില്ല, അവിടുത്തെ കാഴ്ച അത്ര വ്യക്തതയല്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ സമയത്ത് ഇത് എടുക്കുന്നത് കൊണ്ട് ഇത്ര വെർത്ത് ഉണ്ടാവാൻ സാധ്യത തീരെ കുറവാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ ഒരു ഹിൽ ടോപ്പ് ഗാർഡൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നടന്നു പോകുന്ന ഈ ഒരു വഴിക്ക് തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. നല്ല വഴിയാണ്. പല ഷോപ്പുകളും തുറന്നിട്ടില്ല, ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഹിൽ ടോപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിവിടെയാണ്. ഈ മലേഷ്യയിൽ വന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു മലയുടെ ഭാഗം പോലും ഇവർ വെറുതെ കളയുന്നില്ല എന്നാണ്. നമ്മൾ ഇതിനു മുന്നേ ഗെറ്റിംഗ് ഹൈലാൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയില്ലേ, അവിടെയൊക്കെ കാണേണ്ട കാഴ്ചകളല്ലേ. പിന്നെ ഗെറ്റിംഗ് ഐലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് നടന്നു പോകാനൊക്കെ ഇതുപോലത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് ബഗ്ഗുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നേരെ ഇതുവഴി ആ ഒരു ടോപ്പിലേക്ക് കയറാം. ഇതിനൊക്കെ ചെറിയൊരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവനും കാണിച്ചു തരും. ഇതുവരെ വലിയ വണ്ടികളുണ്ട് കേട്ടോ. ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിലും ഇത് ഹെൽപ്ഫുള്ളാണ്. പെനാങ് ഹില്ലിലെ ഗൺ ഹിൽ എന്നൊരു പ്ലേസിലെത്തിയേ അവിടെ ദൂരത്തായി ഒരു മുസ്ലിം പള്ളി കാണാം. പിന്നെ ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മുന്നിലായി ഒരു ഹിന്ദു ക്ഷേത്രം കാണാം. ഇതൊരു മുരുക ക്ഷേത്രമാണ്. ഇവിടെ പെനാങ്ങിലെ തന്നെ വളരെയധികം പഴക്കം ചെന്നൊരു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്തേക്ക് ആദ്യം പോവാം. ഒരുപാട് കൊത്തുപണികളൊക്കെ ഇവിടെ കാണാം. ഈ മലേഷ്യയിൽ കൂടുതലായിട്ടും മുരുക ക്ഷേത്രമാണ് കൂടുതലായിട്ടുള്ളത്. അവിടെ ഒരു വേലൊക്കെ കാണാം. പിന്നെ എല്ലായിടത്തും കൂടുതലും ഈ തമിഴ് പാട്ടുകളില്ലേ, ഭക്തിഗാനായാലും അത് തന്നെയാണ് കൂടുതലായിട്ടും വെക്കുന്നത്. അരുളോലി ശ്രീ മുരുകൻ ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പെനാങ്ങിലത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണെന്ന്. 1800-കളിലാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ വന്നിട്ടുണ്ടായത്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ്രാവിഡ വാസ്തുവിദ്യ തന്നെയാണ്. അതായത് ഈ ക്ഷേത്രത്തിന് 4 വശങ്ങളുടെ കുത്തുപണികൾ കാണുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ തമിഴിൽ ഓം എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ കാണാം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഇതിലൂടെയാണ് കയറാനായിട്ട് സാധിക്കുക. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇനി നേരെ പള്ളിയുടെ ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ മാഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരും അതുപോലെ തന്നെ എത്രയാണ്, റിങ്കറ്റ് 3 അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. ഇത് കുടിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ജഗും. ഇതിന് 4 റിങ്കറ്റാണ്. പിന്നെ ഇവിടെ ഒരുപാട് കോഫി ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ പെനാങ് ഹില്ലിലെ ഏക മുസ്ലിം പള്ളിയാണിത്. ഇവിടെ താമസിക്കുന്നവരും ഇവിടെ ജോലിയെടുക്കുന്നതുമായ ഒരുപാട് പേരാണ് ഇവിടെ ദിനംപ്രതി വരുന്നത്. പള്ളിയുടെ ഈ ഭാഗത്തുനിന്ന് ഇതിലൂടെ നടക്കാം. പിന്നെ ഇവിടെ ഇരിക്കാനായാലും ഇതുപോലുള്ള
ചെറിയ ഷെഡുകളൊക്കെ ഉണ്ട്. ഇനി നേരെ ഇതിലൂടെ ഇങ്ങോട്ട് പോവാം. പെനാങ് ഹില്ലിലെ ദ ഗേറ്റ് ഹൗസ് ആണിത്. ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ ഇത് വഴി നേരെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് റൂമുകളൊക്കെയാണുള്ളത്. പക്ഷെ അതൊക്കെ ലോക്കാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് ഈ വണ്ടികളൊക്കെ അപ്പോൾ എങ്ങനെയാണ് വന്നത്? എനിക്ക് തോന്നുന്നു ഇതാണ് താഴോട്ട് ഇറങ്ങി പോകാനുള്ള വഴി. ഇങ്ങോട്ട് വണ്ടിയും വരും. അത് കൊള്ളാലോ. അപ്പോൾ ഇത് ഇവിടെ ഒരു പൂച്ചേനൊക്കെ കാണുന്നുണ്ട് കേട്ടാ, ഈ ഒരു ടോപ്പിൻ്റെ മുകളിൽ. പൂച്ചകൾ കൂടുതലും ഇതുപോലെയുള്ള വണ്ടികളുടെ അടിയിലാണല്ലോ പോയി കിടക്കുന്നതും ഇരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഒരുത്തനങ്ങ് അവിടെ ഉണ്ട്. ആ കുത്തനെയുള്ള ഇറക്കം ഇതാണ്. മലേഷ്യയിൽ യാത്ര വരുന്ന കൂടുതൽ ആൾക്കാരും വരുന്നത് കോലാലംപൂരിലാണ്. കോലാലംപൂർ മാത്രം കണ്ട് തിരിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ജോർജ് ടൗണും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ജോർജ് ടൗണിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നേരെ പെനാങ് ഹില്ലിലേക്ക് വരിക. ഇതുപോലുള്ള കിട്ടില്ല വഴികളാണ്. ഇവിടെ ഇപ്പം നല്ല ചൂട് തുടങ്ങി. പക്ഷേ ഇവിടെ നല്ല മരങ്ങളുണ്ട്, നല്ല തണലാണ്. എടോ ഒന്ന് മൈൻഡ് ആക്കടോ. ചെക്കൻ മിണ്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്ന് നോക്കടോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമല്ലോ? നിന്നോട് തന്നെ. അവനവിടെ കടന്നു, പാവം. മലേഷ്യയിൽ വന്നിട്ടൊരു പൂച്ചേനോട് സംസാരിച്ചില്ല എന്ന് പറയണ്ട. ടാറ്റ, ഞങ്ങൾ പോവാണേ. ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഫുഡ് ഏരിയ ഒക്കെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ ഐസ്ക്രീംസ് ആയാലും കുറച്ച് ടേബിൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ടേബിൾസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് നല്ല ചൂടാ. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഉള്ളത്. ഇവിടെ പഴമുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ്. 7 റിങ്കറ്റ്, 10 റിങ്കറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പൈസ വരുന്നത്. ഇവിടെ ഒരു ഫുഡ് ഐറ്റം കാണുന്നുണ്ട്. ഇതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുള്ളത് ലക്സ പെനാങ്. ഇതിന് 12 റിങ്കറ്റാണ്. ഇതിനൊരു 12 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽ 3 എണ്ണമാണ് ഉണ്ടാവുക. താഴെ ലോവർ ഹിൽ സ്റ്റേഷനിൽ നിന്ന് 10 മിനിറ്റ് യാത്ര സമയം എടുത്തു നമ്മൾ അപ്പർ ഹിൽ സ്റ്റേഷൻ എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 833 മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു പെനാങ് ഹില്ലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. വണ്ടി വരുന്നുണ്ട്. ഇത് അടുത്ത വണ്ടി വരികയാണ്. എല്ലാത്തിലും ഫുള്ള് ആൾ തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ട് എന്തായാലും ആൾക്കാർ കൂടി വരാനേ സാധ്യതയുള്ളൂ. ആളിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ താഴെ തന്നെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. പിന്നീടല്ലോ ഇന്നൊരു വീക്കെൻഡ് ഒന്നുമല്ല കേട്ടോ, സാധാരണ ഇട ദിവസം തന്നെയാണ്. വീക്കെൻഡിലൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ക്യൂ നിൽക്കേണ്ടി വരും. അതിരാവിലെ എനിക്ക് തോന്നുന്നു രാവിലെ 6 മണിക്കെങ്ങാണ്ടാണ് ഇത് ഓപ്പൺ ആവുന്നത്. കൂടാതെ തന്നെ ഈ ടിക്കറ്റ് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ നേരെ കൗണ്ടർ പോയിട്ടാണല്ലോ എടുത്തത്. നമുക്ക് ഓൺലൈൻ വഴി തലേ ദിവസം, അത് ഒരു ദിവസം മുന്നേ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ലോകത്തിലത്തെ ഏറ്റവും വലിയ തുരങ്കം വഴി ഇങ്ങനെ കടന്നു എന്ന് പറഞ്ഞല്ലോ. 79 മീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. ഏകദേശം 27.9 ഡിഗ്രി ചെരുവിലാണ് ആ ഒരു ടണലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഒരു പാസിംഗ് ലൂപ്പുള്ള ഒരു സിംഗിൾ ട്രാക്ക് ലൈൻ കൂടിയാണ് ഈ ഒരു റെയിൽവേ. ഈ റെയിൽവേയുടെ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1923 ഇത് ഓപ്പണായത്. ആദ്യകാലത്ത് ഓടിയിരുന്ന ഒരു ഫോട്ടോകളൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണേ. അപ്പോൾ അതിനുള്ള ഒരു ക്യൂ ആണിത്. അങ്ങനെ തിരിച്ചിതാ നമ്മൾ ഈ ട്രെയിനിലേക്ക് കയറുകയാണ്. താഴെ പോവാം, അവിടെ ഇരിക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നാലാണല്ലോ നമ്മൾക്ക് നല്ല കാഴ്ചയൊക്കെ കാണുക. താഴേക്ക് ഇറങ്ങിപ്പോകുന്നൊരു വ്യൂ എടുക്കണ്ടേ. ആ ഒരു ട്രാക്കിന്റെ കാഴ്ചയൊക്കെ ഇവിടെ നിന്ന് ഇതിലൂടെ തന്നെ കാണാം. ഇവിടെയാണ് ആ ഒരു ടണൽ. Cheeky babies. Look them in the eye.
ആ ഒരു ടണൽ ഇതാ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ടണലിന്റെ ഇവിടെ തന്നെ ട്രെയിൻ നിർത്തി. ചെറിയൊരു ഹോണൊക്കെ ഉണ്ട്. താഴെ നിന്ന് കയറി വന്നതിനെക്കാട്ടിയും നല്ലൊരു വ്യൂ കിട്ടുന്നത് ഇപ്പോഴാണ്. ഇതൊക്കെ ഓരോ സ്റ്റേഷനുകളാണ്. Whitewater rafting. The helicopter takes out the top and the whitewater goes down. That was interesting. മുകളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും സ്പീഡിലായിരുന്നു വന്നത്. താഴേക്ക് സ്ലോ ആണ്. അവിടെ നിന്നുള്ള ഒരു ട്രെയിൻ കയറി വരുന്നത് കാണാം. ഇത് സിംഗിൾ ട്രാക്ക് ആണല്ലോ, അതുകൊണ്ട് ഇതുപോലുള്ള ഭാഗം വരുമ്പോഴാണ് ഇങ്ങനെ രണ്ട് ട്രെയിനുകൾക്കും ഒരുമിച്ച് കാണാനായി സാധിക്കുക. അതായത് ഓരോ സ്റ്റേഷന്റെ ഭാഗത്തെത്തുമ്പോഴാണ് ആ ഒരു ഡബിൾ ലൈൻ വരുന്നത്. ഇവിടെയാണ് ഇറക്കം. ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഏകദേശം താഴെ ഭാഗത്തെത്തി. കുറച്ചും കൂടെ പോകാനുള്ളൂ. എവിടെയാണ് ആ ഒരു സ്റ്റേഷൻ? അങ്ങനെ ഇതാ ആ ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. താഴെ എത്തി ഉടനെ തന്നെ തിരിച്ചതിൻ്റെ അകത്തേക്ക് ഒരുപാട് യാത്രക്കാർ ഇപ്പോൾ കയറി. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല കൂളിംഗ് ഉണ്ടേ, മുഴുവൻ AC തന്നെയാണ്. ഇപ്പോൾ ഇത് ഇവിടുന്ന് പുറപ്പെടും. വീണ്ടും ഇവിടുന്ന് മുകളിലേക്കുള്ള യാത്ര ഇതാ തുടങ്ങുകയാണ്. ഇപ്പോൾ 11:25 ഉള്ളൂ. 12 മണിക്കാണ് ഈ ബസ് ഇനി തിരിച്ചു പോവുക. ഞങ്ങളൊരു ഷോപ്പിൽ കയറി 2 നെസ്കഫെ വാങ്ങിച്ചേട്ടാ. ഇതിന് ഒരെണ്ണത്തിന് 4 റിങ്കറ്റാണ്. ഞങ്ങളിവിടെ ബസ്സിന്റെ മുന്നിൽ തന്നെ ക്യൂ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരാൾക്ക് 2 റിങ്കറ്റ് ആണല്ലോ, 4 റിങ്കറ്റൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് ഇവിടെ. നമ്മളിവിടുന്ന് ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കുവാണ്. അതിലേക്ക് ക്യാഷ് ഇട്ടാൽ മതി. ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടി. നമുക്ക് പുറകിലിരിക്കാം. ബസ്സിൻ്റെ അകത്ത് ആൾക്കാർ കയറി വരികയാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങാനുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6:30 മുതൽ രാത്രി 11 മണി വരെയാണ്. നമ്മൾ അങ്ങോട്ട് പോയ വഴിയല്ല ഈ ബസ് ഇങ്ങോട്ട് വന്നത്. 12:45 ഇപ്പോൾ. കുറച്ച് കൂടുതലാണ് സമയം എടുത്തത്. അടുത്തൊരു ബസ്. പിന്നെ ഇവിടെ ഇപ്പോൾ ശക്തമായ വെയിലാണ്. ശരിക്കും AC ഇല്ലാതെ ഈ ഭാഗത്തൊന്നും നിൽക്കാനേ പറ്റില്ലെന്ന് പറയാം. ശ്രീ അയ്യപ്പൻ സേവാ സമാജം. ഞങ്ങളിതിൻ്റെ കാഴ്ചകളൊക്കെ ഇന്നലെ ഓൾറെഡി പകർത്തിയത് തന്നെയാണ്. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ അധികം വലിയ വെയിൽ കൊള്ളാതെ നേരെ റൂമിലേക്ക് പോകാം. റൂമിങ് ഇവിടെ തന്നെയാണ്. വെയിലത്തുനിന്ന് പെട്ടെന്ന് തന്നെ നടന്ന് റൂമിലേക്ക് വന്ന് ഇപ്പോഴാണ് ജസ്റ്റ് ഒരു ആശ്വാസമായത്. ഞങ്ങൾ ഈ ഉച്ചയ്ക്ക് തന്നെ വേറൊരു വീഡിയോ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകാൻ നിന്നതാണ്. കാരണം ശക്തമായ വെയിൽ കാരണം ഞങ്ങളിനിയിപ്പം 3 മണിക്ക് ശേഷമേ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. കാരണം ഇവിടെ സൺസെറ്റ് 7:40 അതുകൊണ്ടൊരു
3 മണി മുതൽ തന്നെ നമുക്ക് 7 മണി വരെ നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ പകർത്താലോ. അതായത് ഇനിയിപ്പോ അടുത്ത ദിവസം കാണുന്ന വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഉച്ചക്കത്തെ ഒരു പ്ലാൻ എന്തായാലും മാറിയല്ലോ, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് വൈകുന്നേരത്തെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നത്. അതായത് ഈ വീടിന്റെ തുടക്ക ഭാഗത്ത് നമ്മളൊരു ബസ് കാണിച്ചില്ലേ, കാറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവിടുത്തെ സൗജന്യ ഒരു ബസ്സാണ്, സർവീസാണ്. അത് കയറിയിട്ടുണ്ടെങ്കിൽ ജോർജ് ടൗണിന് മെയിൻ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മെയിൻ ഒരുപാട് സെന്ററിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിലൊന്ന് പോകാനുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയും, അതായത് വേറെ ഒന്നല്ല, ലിറ്റിൽ ഇന്ത്യയാണ്, നമ്മുടെ ഒരു മിനി തമിഴ്നാട് എന്ന് പറയും. അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുണ്ട്. അവിടുത്തെ ഒരുപാട് കടകൾ കാണാനുണ്ട്. പിന്നെന്താ പറയാ, ഈ ഒരു ജോർജ് ടൗണിന്റെ ഒരു പൈതൃകപരമായ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്കൊക്കെ പോകണം. അതുപോലെ തന്നെ ഈ നഗരത്തിൽ തന്നെ 2 പ്രധാനപ്പെട്ട ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ നൈറ്റ് ആവും എന്തായാലും. അപ്പൊ എന്താ പറയാ, അതൊക്കെയാണ് അടുത്ത വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു മേരസിനോടൊന്നിരിക്കും. ബൈ ബൈ.